പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ കടന്നു വരികയാണ്. ഏതാണത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷ. ശനിയാഴ്ച 3 ശുശ്രൂഷ കഴിഞ്ഞു കുട്ടികളുടെ. ഇനി 4ാമത്തെ ശുശ്രൂഷയാണ് നമുക്ക് നാളെ ഈ ശനിയാഴ്ച 8-ാം തീയതി ശനിയാഴ്ച കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി കഴിവുള്ളവരും മിടുക്കരും നല്ല മക്കളൊക്കെയാണ്. ലോകത്തിൻ്റെ മുൻപിലും ലോകത്തിൻ്റെ വിജ്ഞാനത്തിലും അവരറിവുള്ളവരും കഴിവുള്ളവരും വിജ്ഞാനികളും ഒക്കെ ആയാൽ മാത്രം പോരാ. പിന്നെയോ അവർ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിനേറെ പ്രിയപ്പെട്ട ദൈവിക ജ്ഞാനം നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞ നല്ല ദൈവാനുഭവമുള്ള ദൈവം ആരാണെന്ന് അവരുടെ ജീവിതത്തിൽ ഉദ്ഘോഷിക്കാൻ തക്കവിധം ദൈവത്തെ കണ്ടെത്തിയ ദൈവത്തോട് കൂടെ ജീവിക്കുന്ന മക്കളായിട്ട് അവർ മാറണം. ആമേൻ, ആമേൻ. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നവരൊന്ന് കൈപ്പൊക്കിക്കേ. ഓക്കെ. അപ്പോൾ ആരാ മക്കളെ പറഞ്ഞു വിടേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും അവരെയും കൊണ്ട് വരേണ്ടതൊക്കെ? നിങ്ങളല്ലേ? ആണോ? അതെ. അപ്പോൾ അറിയത്തില്ലാത്തത് കൊണ്ട് വരാത്ത ഒത്തിരി പേരുണ്ട്. അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ അറിയിക്കണം, നമ്മൾ മറ്റുള്ളവരോട് പറയണം, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കൊണ്ടുപോകാം, പ്രാർത്ഥിപ്പിക്കാം, അവരെ അഭിഷേകത്തിൽ വളർത്താം. നമ്മൾ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നാൽ മതിയോ? നമ്മൾ മാത്രം ഈശോയെ അറിഞ്ഞാൽ മതിയോ? നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? പോരാ. അവസാനം നമ്മളോട് ചോദിക്കും, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ വചനം കൊടുത്തു, എങ്ങനെ അവരെ ഈശോയിലോട് ചേർത്ത് പിടിച്ചു, എങ്ങനെ അവരെ ഈശോയെ അവർക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു, അതൊക്കെ നമ്മളോട് ഈശോ ചോദിക്കും. ഹല്ലേലൂയ. വലത്തുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്ക് ഈ ആരാധനയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ മക്കളെ ഒന്ന് മനസ്സിൽ കണ്ടേ. നമ്മുടെ ഈ തലമുറയുടെ കുഞ്ഞുങ്ങൾ അവരമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് സമർപ്പിക്കണം. അവിടെ മുതലാണ് നമ്മുടെ മക്കള് അഭിഷേകം പ്രാപിക്കേണ്ടത്. അമ്മയുടെ ഉദരം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് സ്നാപയോഹന്നാൻ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടതുപോലെ നമ്മുടെ മക്കള് നല്ല ദൈവത്തിൻ്റെ അരൂപിയുടെ അഭിഷേകം നിറഞ്ഞ മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ട് കരങ്ങൾ അല്പം ത്യാഗത്തോടെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈശോയെ ഒന്ന് കൊണ്ടുചെല്ലാൻ, ഈശോയിലേക്ക് അവരെ ഒന്ന് കൊണ്ടുചെല്ലാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1, നമുക്ക് ശക്തമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറ്റും. 2, നമ്മുടെ കുഞ്ഞുങ്ങളെയും അയൽവക്കത്തെ കുഞ്ഞുങ്ങളെയും ഒക്കെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റും. 3, നമുക്കിത് അറിയത്തില്ലാത്തവരോട് നമുക്കിതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇനി 2 ദിവസമേ ഉള്ളൂ. ഈ 2 ദിവസം നമ്മൾ വിശുദ്ധ കുർബാന, ജപമാല എല്ലാം ശനിയാഴ്ചത്തെ നമ്മുടെ ശുശ്രൂഷ, അത് ഞങ്ങൾ തന്നെ ചെയ്യുമല്ലോ, നമ്മളെല്ലാവരും കൂടെ ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഈശോയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിക്കുക.